അങ്ങനെ നമ്മളും വാങ്ങി ഒരു പെയർ ക്രേഫിഷ്. നല്ല നീല കളർ ക്രേഫിഷിനെ നമ്മൾ വാങ്ങിച്ചത്. ബ്രീഡിങ്ങിനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ബ്രീഡിംഗ് പെയർ ആണെന്ന് പറഞ്ഞപ്പം അതിന് പറ്റിയ ഒരു പീസാണ് നമുക്ക് തന്നേക്കുന്നവർ കേട്ടോ. ആ കടയിൽ ആകെ ഈ സ്റ്റോക്ക് മാത്രമേ ഉള്ളായിരുന്നു. എന്തായാലും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ച പാടെ തന്നെ വെച്ച് പിടിച്ചെന്നെ വീട്ടിലേക്ക് ചെല്ലുവാണ്. നല്ല മഴയാണ്. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയവന്മാരെ സെറ്റ് ചെയ്യണം. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേന് ആ രണ്ടോമാരും പേടിച്ച് നിൽക്കുന്ന പോലെ കാണുന്നത്. രണ്ടോമാരും കൂടിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. തൽക്കാലത്തേന് നമുക്ക് ഇവന്മാർ ഈ കാണുന്ന അക്വേറിയത്തിൽ അങ്ങ് ഇട്ട് വെച്ചേക്കാം. എന്തായാലും ഒരാഴ്ചത്തോളം ഇവിടെ കിടക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിലോട്ടോ വേറെ എങ്ങോട്ടെങ്കിലും നമുക്ക് ഇവന്മാരെ മാറ്റി പാർപ്പിക്കാം. ഇനിയിപ്പോൾ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ചെയ്യാൻ ഓർത്ത് ഇവന്മാരെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ നോക്കിയേ, രണ്ടും കൂടെ കിടന്ന് ഭയങ്കര അടി. ഈ പോക്കാണ് ഏതെങ്കിലുമൊക്കെ ഒന്നിൻ്റെ കൈയും കാലും പോകാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവന്മാരെ പെട്ടെന്ന് വെള്ളത്തിലേക്ക് അങ്ങ് ഇറക്കി വിട്ടു. വെള്ളത്തിലാകുമ്പോൾ ഇവന്മാർക്ക് ഒളിച്ചിരിക്കാനായിട്ട് കുറേ സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. PVC പൈപ്പിന്റെ പീസും അതുപോലെ ആസ്പെറ്റോസ് ഷീറ്റിന്റെ കുറച്ച് പീസും നമ്മൾ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റൊരുത്തനാണെങ്കിൽ അപ്പുറത്തൊരു സൈഡിൽ നിൽപ്പുണ്ട്. എന്നിരുന്നാലും ഇവന്മാരെ കാണാൻ നല്ല രസം. ഇവന്മാരുടെ കളർ നിങ്ങളൊന്ന് നോക്കിയേ, എത്രത്തോളം നീലയാണ്. ശരിക്കും ഈ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അത്ര കളർ കയറിയിട്ടുണ്ട് ഇവന്മാർക്ക്. നമ്മളൊരു പെയർ ബ്രീഡിങ്ങിനാന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഇതിനെ തന്നേക്കുന്നത്. ആകെ ഈ ഒരു സ്റ്റോക്ക് മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുമാത്രമല്ല നമ്മളോട് അവർ പറഞ്ഞേക്കുന്നത് ഇത് ഒരു തവണ ബ്രീഡ് ആയതാണെന്നാണ്. ഇത്രയും സൈസ് എത്തിക്കഴിഞ്ഞാലാണ് സാധാരണ ക്രേഫിഷ് ബ്രീഡ് ആകുന്നത്. എനിക്കിതിനെപ്പറ്റി അധികം അറിയത്തില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതുങ്ങളെ വളർത്തുന്നത് തന്നെ. എന്തായാലും ഒരു ആഗ്രഹമല്ല, അതിൻ്റെ പുറത്തങ്ങ് വാങ്ങിച്ച് വളർത്തിയേക്കാന്ന് ഓർത്ത് നമ്മൾ വാങ്ങിച്ചതാണ്. ഈ കാണുന്ന ക്രേഫിഷിനാണ് 400 രൂപയാണ് ആയിട്ടുള്ളത്. അത് ഈ പെയറിന് കേട്ടോ. ഒരെണ്ണത്തിന് 200 എന്ന കണക്കിൽ രണ്ടും കൂടെ 400 രൂപയാണ് ഞാനിവിടെ കൊടുത്തത്. ഈ റേറ്റ് തന്നെയാണ് നിങ്ങളുടെ അവിടെ ഉള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ക്രേഫിഷുകളെ വളർത്തി പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഇവന്മാരുടെ ഫുഡ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്, അതുപോലെ ഇവന്മാരെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത്, പിന്നെ ബ്രീഡിങ്ങിന് എന്ത് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം എന്നുള്ളത്.